നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കാലം. യൂസിലിൻ്റെ റെക്കോർഡുകളൊക്കെ എടുത്താൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും ഒക്കെ ഇങ്ങനെ തലപ്പത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ഗോളിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യാനോ ഒന്നാമത്, രണ്ടാമത് മെസ്സി. അസിസ്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, ഈ രണ്ട് താരങ്ങൾക്കൊപ്പം കളിച്ചിട്ടുള്ളവരിൽ നിന്ന് 11 ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാകും, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്കോർ 90 തയ്യാറാക്കിയിട്ടുള്ള മെസ്സി വേഴ്സസ് റൊണാൾഡോ ടീംമേറ്റ്സ് 11. ഇങ്ങനെ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു കളി നടന്നാൽ അതൊരു വല്ലാത്ത കളിയായിരിക്കും. നോക്കാം നമുക്ക്. മെസ്സിയുടെ കൂടെ കളിച്ചവരുടെ ഒരു ബെസ്റ്റ് 11 തയ്യാറാക്കിയാൽ അതിൽ ഗോൾ കീപ്പറായിട്ട് ജിയാൻലൂക്കി ഡൊണാരുമ, അതായത് PSG മെസ്സിയും അദ്ദേഹവും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഡൊണാരുമ. ഡിഫൻസിലേക്ക് വരുമ്പോൾ ജോഡി ആൽബ, FC ബാഴ്സലോണയിൽ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്റർ മയാമിയിൽ ഒരുമിച്ച് കളിക്കുന്നു. പിന്നെ സെർജിയോ റാമോസ്, അദ്ദേഹം PSG മെസ്സിക്കൊപ്പം ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ കാർലോസ് പുയോൾ, അദ്ദേഹം ബാഴ്സലോണയിൽ മെസ്സിക്കൊപ്പം ഒരുമിച്ച് കളിച്ചയാളാണ്. ഹാവിയർ സനേട്ടി വലത് വിങ്ങിൽ അദ്ദേഹമായിരിക്കും. അദ്ദേഹം അർജൻറ്റീൻ ദേശീയ ടീമിൽ ഇതിഹാസ താരമാണ്, മെസ്സിക്കൊപ്പം കളിച്ചിട്ടുണ്ട്. മധ്യനിര അതൊരു വല്ലാത്ത നിരയാണ്. ചാവി ഹെർണാണ്ടസ് ബാഴ്സയിൽ ഒരുമിച്ച് കളിച്ചയാൾ, ആൻഡ്രേ ഇനിയസ്റ്റ ബാഴ്സയിൽ ഒരുമിച്ച് കളിച്ചയാൾ, റൊണാൾഡിനോ ബാഴ്സയിൽ ഒരുമിച്ച് കളിച്ചയാൾ. വല്ലാത്തൊരു മധ്യനിരയാണ് ഈ ടീമിന്. മുന്നേറ്റം നോക്കുക, അതും അതീവ മൂർച്ചയുള്ളത്. കിലിയൻ എംബാപ്പയുണ്ട്, PSG ഒരുമിച്ച് കളിച്ചത്. ലൂയിസ് സുവാരസ് ബാഴ്സലോണയിലും ഇന്റർ മയാമിയിലും ഒരുമിച്ച് കളിച്ചവർ. നെയ്മർ ജൂനിയർ PSG ബാഴ്സലോണയിലും മെസ്സിക്കൊപ്പം കളിച്ചത്. ഇതാണ് മെസ്സിയുടെ ടീംമേറ്റ്സ് 11 എങ്കിൽ CR7 കാര്യം നോക്കുക. അവിടെ ഗോൾ കീപ്പറായിട്ട് കസിയസ് ആണുള്ളത്, റയൽ മാഡ്രിഡിൻ്റെ ഇതിഹാസ ഗോൾ കീപ്പർ. ഡിഫൻസിൽ മാഴ്സലോ ഉണ്ട്, റയലിൽ അവർ ഒരുമിച്ച് കളിച്ചു. കെയ്ലേനിയുണ്ട്, അവർ യുവൻറ്റസിൽ ഒരുമിച്ച് കളിച്ചു. ഫെർഡിനാൻഡ് ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുമിച്ച് കളിച്ചു. പിന്നെ റാമോസ് ഇപ്പോൾ മെസ്സിയുടെ കൂടെയുണ്ട്, CR7 കൂടെയുണ്ട് എന്നുള്ളതാണ്. മധ്യനിരയിലേക്ക് വരുമ്പോൾ അത് മികച്ചൊരു മധ്യനിര തന്നെയാണ്. ടോണി ക്രൂസ് ഉണ്ട്, റയലിൽ ഒരുമിച്ച് കളിച്ചവർ. മോഡ്രിച്ച് ഉണ്ട്, റയലിൽ ഒരുമിച്ച് കളിച്ചവർ. പിന്നെ പോൾ ഷോൾസ് ഉണ്ട്, ഇംഗ്ലീഷ് സൂപ്പർ താരം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ CR7 കളിച്ചു. മുന്നേറ്റവും മികച്ചതാണ്. ഗെറത്ത് ബെയിലുണ്ട്, റയലിൽ ഒരുമിച്ച് കളിച്ചു. കരീം ബെൻസീമ റയലിൽ ഒരുമിച്ച് കളിച്ചു. വെയിൻ റൂണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുമിച്ച് കളിച്ചു. സോ രണ്ട് കിടിലൻ ടീമുകളാണ്. ബെസ്റ്റ് പ്ലേയേഴ്സ് ടു പ്ലേ വിത്ത് റൊണാൾഡോയും ബെസ്റ്റ് പ്ലേയേഴ്സ് ടു പ്ലേ വിത്ത് മെസ്സിയും. അങ്ങനെയുള്ള മെസ്സിസ് ടീംമേറ്റ് 11ഉം CR7 ടീംമേറ്റ്സ് 11ഉം തമ്മിൽ കളിച്ചാൽ ആരായിരിക്കും വിജയിക്കുക? ഈ ടീമുകളിൽ ഏതാണ് ശക്തം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.